പുത്തൂർ ഗ്രാമപഞ്ചായത്തും മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മണലി സിംബ് വാട്ടർഷെഡ് പ്രവർത്തനോദ്ഘാടനം 2025 മാർച്ച് 21 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് പുത്തൂർ കാലടിയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൾനിലയങ്ങൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ വൃഷ്ടിപ്രദേശങ്ങളുടെ പുനരുജ്ജീവനവും പരിസ്ഥിതിയും ജൈവവൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമിട്ട് രൂപീകരിച്ചതാണ് സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി. തൃശൂർ ജില്ലയിലെ നടത്തറ, പുത്തൂർ, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളുമായി മണലിപ്പുഴ ഉപനീർത്തടങ്ങളിലെ 12 സൂക്ഷ്മ നീർത്തടങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ സംരക്ഷിക്കാൻ ഫലവൃക്ഷ തൈകളുടെ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ലിബി വർഗീസ്, നളിനി വിശ്വംഭരൻ, സജിത് VS, PB സുരേന്ദ്രൻ, സജീത ആർജൻ, ധന്യ ബിജു, കൃഷി ഓഫീസർ ദിവ്യ, ഓവർസിയർ ജോസഫ് ഷൈൻ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം വിജയിപ്പിക്കാൻ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹൈവേ പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിക്കാൻ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചതായും പറഞ്ഞു. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം നിരവധി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിന് പണം മുടക്കുകയും അതിലിപ്പോഴും ബാക്കിയുള്ള ഒരു പദ്ധതിയുടെ പേരാണ് പ്രിയപ്പെട്ട ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ കൽപ്പടത്തോടുമായി. സാധാരണ നിലയിൽ നമ്മുടെ വകുപ്പുകളുടെയും നടത്തിപ്പിന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സംയോജിതമായി ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിച്ചേരുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് റെഡിയാകുമ്പോൾ മറ്റൊന്ന് കുഴക്കി, പിന്നെ ഒന്ന് റെഡിയാകുമ്പോൾ അടുത്തത് കുഴക്കി. പക്ഷേ പ്രയാസമെല്ലാം ഒരുമിച്ച് കർഷകർ അനുഭവിക്കേണ്ടതായി എനിക്ക് തോന്നുന്നു. ഞാനൊരു 5 കൊല്ലമായി തുടർച്ചയായി പറയുന്ന ഒരു പ്രശ്നമാണ് പീച്ചി ഡാമിന്റെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃഷിക്കും ഇറിഗേഷൻ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും. വലതുകര കനാലിലാണ് അത് ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത്. ബീച്ചുകാര് ഞാനും കണ്ട് തുടങ്ങുമ്പോഴാണ് മുളകുന്നതിൽ തോന്നുക. സാധാരണ അങ്ങനെ ഒരു ശീലമാണ്. അപ്പോ വെള്ളം കനാലിൽ കൂടെ വിടാൻ നിൽക്കുമ്പോൾ ഒരു പഞ്ചായത്ത് പറയും വെള്ളം വിടണം, വേറൊരു പഞ്ചായത്ത് പറയും വെള്ളം വിടണം. ഇരു കരകളിലുമുള്ള കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചിമ്മിനിയാണെങ്കിലും ബീച്ചിയാണെങ്കിലും ആരംഭിച്ച കാർഷിക പദ്ധതികൾ അതിന് അർഹിക്കുന്ന തരത്തിൽ പരസ്പരം ചർച്ച ചെയ്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായാൽ മുളകുന്നതുകാവും പാണഞ്ചേരിയും തമ്മിൽ ജമ്മു കാശ്മീരും കേരളവും തമ്മിലുള്ള വ്യത്യാസമില്ലല്ലോ. ഒരു ചെറിയ പ്രദേശമല്ലോ. അവിടെ നടക്കുന്ന കൃഷിക്ക് അത്ര വലിയ ജൈവമാറ്റം ഉണ്ടാകാനും ഇടയില്ല. പക്ഷേ ഒരേ സമയം കൃഷി ആരംഭിക്കാം, കൃഷിയുടെ വിവിധ സീസണുകൾ കൃഷി ആരംഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരേ സീസണിൽ തന്നെ കൃഷി ആരംഭിക്കുമ്പോൾ 2 തരത്തിലുള്ള കാർഷിക പദ്ധതികൾ ഒരേ തീരത്ത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഉദാഹരണം സൂചിപ്പിച്ചതാണ്. ഇങ്ങനെ നമുക്ക് സമഗ്രമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. നേരത്തെ മണലിപ്പുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് സംരക്ഷണ ഓഫീസിൽ നിന്ന് തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പക്ഷെ ആ മാസ്റ്റർ പ്ലാൻ വന്നു നിൽക്കുമ്പോൾ ആദ്യം ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടതിനെ കോർഡിനേറ്റ് ചെയ്യാനൊരു ശ്രമങ്ങൾ നടത്തിയെങ്കിലും പിന്നീട് പല വകുപ്പുകളുടെ പണം ചെലവഴിച്ചുകൊണ്ട് അതിനെ സമ്പുഷ്ടമാക്കണം എന്ന പ്രശ്നം വന്നപ്പോൾ ചിലത് കൂടി ചിലത് കൂടാതെ പോയി. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ അത് മാറ്റി വയ്ക്കുക. പ്രളയകാലത്തിന് മുമ്പ്, വെള്ളം ഒഴുകി വരുന്നതിന് മുമ്പ് മണലിപ്പുഴയുടെ വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട അന്ന് ഏറ്റവും കൂടുതൽ ചണ്ടി നിറഞ്ഞൊരു പ്രദേശം എന്ന നിലയിൽ കയ്യൂർ വരെ നേരത്തെ ഉണ്ടായിരുന്ന ശ്രീധരി പാലത്തിന്റെ മുമ്പിൽ നിന്ന് ചളിയും ചണ്ടിയും മാറ്റാനും അവിടെ പുഴ ശുദ്ധീകരിക്കാനും വേണ്ടി 85 ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചു. പക്ഷെ അതിന്റെ തുടർച്ച ഈ മേഖലകളിലേക്ക് കടക്കാൻ അതുമായി ബന്ധപ്പെട്ട് പണം തരാൻ ഗവൺമെന്റ് തയ്യാറാണെങ്കിലും അതിന്റെ എസ്റ്റിമേറ്റും അതുമായി ബന്ധപ്പെട്ട നടപടികളും ആവശ്യപ്പെട്ട് ഓഫീസറോട് പിന്നെ കൺസർവേഷൻ ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ പോസിറ്റീവായി അക്കാര്യത്തിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ടൊരു സമഗ്രമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകും. പഞ്ചായത്ത് ഇപ്പോ അതിന്റെ പാലങ്ങളുടെ ഇനി അതിന്റെ ഭാഗമായി വരുന്ന തോട് ക്ലിയർ ആക്കണം, അത് അളക്കണം, അതിൽ വേണ്ട ആവശ്യമായ സംവിധാനങ്ങളെല്ലാം വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്ത് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറുടെ
നല്ല പിന്തുണ അവർ ഈ കാര്യത്തിൽ ഉണ്ടാക്കാത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സഹായത്തോടെ കൃഷി ഓഫീസർമാരും കാർഷിക സർവകലാശാലയിൽ നിന്നാണ് വിടണമെങ്കിൽ അതും വരാൻ വിരോധം ഉണ്ടാകില്ല. നമുക്ക് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കാർഷിക പദ്ധതികൾ കൊണ്ടുവരുന്നത്